രാമായണ മാസത്തോടനുബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ശ്രീരാമ പട്ടാഭിഷേക രഥയാത്ര നടത്തി. കോട്ട ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥയാത്ര വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് വടക്കന്തര ക്ഷേത്രത്തിൽ സമാപിച്ചു. സ്വാമി ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് ഉൾപ്പെടെ 60ഓളം സന്യാസിമാരും രഥയാത്രയ്ക്ക് നേതൃത്വം നൽകി. പാലക്കാട് കോട്ട ആഞ്ജനേയ ക്ഷേത്രത്തിൽ നിന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീരാമ പട്ടാഭിഷേക രഥയാത്ര പ്രയാണം ആരംഭിച്ചത്. പാലക്കാട് നഗരസഭ ചെയർമാൻ പി സ്മിതേഷ് യാത്ര ഉദ്ഘാടനം ചെയ്തു. നിലവിലെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട് സംസ്കാരങ്ങൾ, നാനാത്വത്തിൽ വൈവിധ്യം തീർന്ന സംസ്കാരങ്ങൾ നമ്മുടെ സംസ്കാരം. പക്ഷേ എവിടെയോ നമുക്ക് ചില ഘട്ടങ്ങളിൽ വഴിവഴിച്ച് പോകുന്നതിൽ യാതൊരു തർക്കവുമില്ല. സകല ഭവനങ്ങളിലും രാമായണം ആചരിക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലുള്ള വിവിധ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ നിലവിലെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ്. തുടർന്ന് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലൂടെ പ്രയാണം നടത്തിയ രഥയാത്ര വടക്കന്തറ ക്ഷേത്രത്തിൽ സമാപിച്ചു. ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ എന്നീ 3 കാര്യങ്ങൾ ഓരോ ഹിന്ദുവിനെയും ഓർമ്മിപ്പിക്കാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ശ്രമിക്കുന്നതെന്ന് സ്വാമി ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് പറഞ്ഞു. ഇന്ന് ജൂൺ 21 യോഗ നടത്തുന്നുണ്ടെങ്കിൽ അതിശക്തമായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അതിഗംഭീരമായ ചുറുചുറുക്കുള്ളതായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു മനുഷ്യന്റെ, ഒരു ഹിന്ദുവിന്റെ കർത്തവ്യമായ ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, ഗോരക്ഷ, ഈ 3 കാര്യങ്ങൾ ഓരോ ഹിന്ദുവിനെയും ഓർമ്മിപ്പിക്കുവാനാണ് മഹത്തായ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. 60ഓളം സന്യാസിമാർ നേതൃത്വം നൽകിയ രഥയാത്രയിൽ RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരം, നഗരസഭാ കൗൺസിലർ സിന്ധുരാജൻ, BHP വിഭാഗ് സെക്രട്ടറി പുത്തൂർ രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘുനന്ദൻ, ജില്ലാ സെക്രട്ടറി രാജീവൻ, ബജ്രംഗ് ദൾ സംസ്ഥാന സംയോജക് രവീന്ദ്രൻ P തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്.